തിരുവനന്തപുരം വർക്കലയിൽ മകൻ പിതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഒരുമിച്ചിരുന്ന് മദ്യപിക്കാൻ വിസമ്മതിച്ചതിനാണ് ആക്രമിച്ചതെന്നാണ് സൂചന. മേലെവെട്ടൂർ സ്വദേശി പ്രസാദിനെയാണ് മകൻ പ്രജിത്ത് ആക്രമിച്ചത്. പ്രസാദ് ചികിത്സയിലാണ്. വിവരങ്ങളുമായി അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് ചേർന്നു. അജീഷ്, ഈ അച്ഛനെ വെട്ടിയ മകൻ പിടിയിലായിട്ടുണ്ടോ? കാരണം അതൊരു വല്ലാത്ത കാരണമാണല്ലോ. വിവരങ്ങൾ. ഈ മകൻ ഇപ്പോഴും ഒളിവിലാണ്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. വർക്കല മേലെ വെട്ടൂർ സ്വദേശിയായ പ്രസാദിനെയാണ് മകൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. പ്രസാദിന് 63 വയസ്സായിരുന്നു. മകൻ പ്രജിത്തിന് 31 വയസ്സാണ്. ഈ സംഭവം നടക്കുന്ന ഉച്ചയ്ക്ക് 3 മണിയോടെയാണ്. ഇയാൾ സ്ഥിരം മദ്യപാനിയാണ് ഈ പ്രസാദ്. ഇന്ന് ഈ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന പ്രസാദിന്റെ വീട്ടിൽ ഈ മദ്യപിച്ചെത്തിയ പ്രജിത്ത് പിതാവിനോട് ഒപ്പമിരുന്ന് മദ്യപിക്കാൻ ആവശ്യപ്പെട്ടു. വിസമ്മതിച്ച പ്രസാദിനെ വീട്ടിലുണ്ടായിരുന്ന വെട്ടുകത്തി കൊണ്ട് തലയ്ക്ക് വെട്ടുകയായിരുന്നു. നിലവിളി കേട്ട് നാട്ടുകാരെത്തുമ്പോഴേക്കും ഈ പ്രജിത്ത് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ബന്ധുക്കൾ പ്രസാദിനെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുമ്പും പ്രജിത്ത് പ്രസാദിനെ ഉപദ്രവിച്ചിട്ടുള്ളതായി ബന്ധുക്കൾ പറയുന്നുണ്ട്. മാസങ്ങൾക്ക് മുൻപും ഇയാളുടെ വസ്ത്രങ്ങൾ, മുണ്ടുമുടുപ്പും എല്ലാം തീയിട്ട് നശിപ്പിച്ചിരുന്നതായും പറയുന്നുണ്ട്. ഈ പ്രസാദ് ഭാര്യയോടും മകനോടും ഒപ്പമായിരുന്നു മുൻപ് താമസിച്ചിരുന്നത്. മകന്റെ ഉപദ്രവം കാരണം കുടുംബ വീട്ടിലേക്ക് ഇവർ മാറി താമസിക്കുകയായിരുന്നു. അച്ഛനും മകനും തമ്മിൽ ഇടയ്ക്കൊക്കെ ഒരുമിച്ചിരുന്ന് മദ്യപിച്ചിരുന്നു എന്നും ഈ പ്രസാദിന്റെ ഭാര്യ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രസാദിനായി ഇപ്പോൾ വർക്കല പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ശരി, അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് വന്ന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഗ്ലാസ്മേറ്റ് ആവാൻ അച്ഛനോട് ആവശ്യപ്പെട്ടു, സമ്മതിച്ചില്ല, വെട്ടിപ്പരിക്കേൽപ്പിച്ചു. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.